അല്ല എനക്കാവില്ല അത് എനക്കൊന്നും പറയാനാവില്ല അവിടെ അവരുണ്ട് അവർ പറയൂ ഞാൻ നിന്നെ പറയാം നിങ്ങൾ കണ്ടിട്ട് ഇത്ര എല്ലാ വീക്ഷകർ കണ്ടിട്ടുണ്ട് പിന്നെ എന്നാ നാളെ കാലിലെ പിന്നെ ഞാൻ 10 നാളെയെങ്കില് ആ 3 നാളിലെ ബോഡി തെരച്ചിട്ട് ഞാൻ മേലെ പോകും ഇപ്പൊ ഇത്ര കിട്ടി ഇനി ഇത്ര കാണില്ല സ്ഥലങ്ങളിലും അർജന്റ് ലോറി അല്ല അല്ലേ അല്ല കൺഫേം അല്ല നാളെ ഉണ്ട് നാളെ എത്ര വരെ നമുക്ക് പറയാം അപ്പുറത്തനക്ക് ഞങ്ങൾ ഇവിടെ ചെയ്യും കണ്ടിപ്പായി അത് നാളെ ഇപ്പൊ എനിക്ക് ഇൻഡിപെൻഡൻസ് ഇത് കൊടുക്കുന്നത് ബൈജു ചേരുന്നു. ബൈജു, ഇന്നത്തെ ശ്രമം അവസാനിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈശ്വർ മാൽപേ തിരിച്ച് കരയിലേക്ക് കയറിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നു നാളെയും ശ്രമം തുടരുമെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. ബൈജു തുടരുന്നു. ബൈജു, 15 അടി ആഴങ്ങളിൽ ഈശ്വർ മാൽപേ മുങ്ങിത്തിരഞ്ഞ് കയറുകയാണ് അദ്ദേഹത്തിന്റെ ശ്രമത്തെ അത് അഭിനന്ദിക്കാതെ വയ്യ, അത് പറയാതെ വയ്യ. അത്രമാത്രം അദ്ദേഹം ആത്മാർത്ഥമായുള്ള ശ്രമം നടത്തിയിരുന്നു. എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോ കണ്ട് നിങ്ങൾ കണ്ടല്ലോ എല്ലാ വിഷയക്കാർ കണ്ടത് 2 വണ്ടി എടുത്തിട്ട് അവരിപ്പോ എന്നെ അത് ഏത് വണ്ടി 2 വണ്ടിന്റെ ഇത് ടയർ കിട്ടി 2 ಗಾಡಿ ನಮಗೆ ಒಂದು ಟೈರ್ ಒಂದು ಶೇಪ್ ಸಿಕ್ಕಿದಾನ ಈಗ SP ಸರ್ ಮತ್ತೆ ML ಸರ್ ಬಂದಿದ್ದಾರೆ ബൈജു ഈശ്വർ മാൽപേ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 6 മണിയോട് കൂടി എന്തായാലും നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ സമയം 5:30 ആയിട്ടേ ഉള്ളൂ. ഇന്നത്തെ ദൗത്യം അവസാനിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം എന്താണ് പറയുന്നത്? ജഗന്നാഥ് പിന്നെ ലോകേഷ് അവരുടെ ബോഡി തിരക്കുന്നത് ഞാൻ തിരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്തിൽ ബോഡി ഇത് വണ്ടി കിട്ടി. ഒത്തിരി ക്ലിയർ ഉണ്ട് തടസ്സമുണ്ട്. ഒരു പാറ പിന്നെ മണ്ണെല്ലാം ഒത്തിരി ഉണ്ട് അവിടെ ബുദ്ധിമുട്ടാതെ. പിന്നെ മരമുണ്ട് കണ്ടിപ്പോ കാണൂ ಡೆಡ್ ಬಾಡಿ ಎತ್ತರ 10 ನಾಳೆಗಳ 10 ದಿವಸ ನಾ ಖಂಡಿತವಾಗಿ ನೋಡ್ತೀನಿ. ಯಾಕಂದ್ರೆ ಜಗನ್ನಾಥ್ ಅಣ್ಣ ಮತ್ತೆ ಅರ್ಜುನ್ ಮತ್ತೆ ಲೋಕೇಶ್ ಅವರದೊಂದು ಖಂಡಿತವಾಗಿ ಹುಡುಕ್ಲಿಕ್ಕೆ ಬೆಳಿಗ್ಗೆಯಿಂದ ಬಂದಿದ್ದೀನಿ. ದಯವಿಟ್ಟು ಕ್ಷಮಿಸಿ. ಈಗ SP ಸರ್ ಮತ್ತೆ ML ಸರ್ ಖಂಡಿತವಾಗಿ ನಿಮ್ಗೆ ಎಲ್ಲ ವಿವರ ಹೇಳ್ತಾರೆ. അതാണ് ഈശ്വർ മാൽപയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു താൻ അർജുൻ അടക്കമുള്ള മറ്റു 2 പേരുടെ ലോകേഷ്, ജഗന്നാഥ് തുടങ്ങിയ കർണാടക സ്വദേശികളായ 2 പേരുടെ മൃതദേഹത്തിനായി തിരഞ്ഞപ്പോഴാണ് തനിക്ക് ഈ വാഹനം ലഭിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല തന്റെ ദൗത്യം അവസാനിക്കുന്നില്ല, താൻ കൃത്യമായി ഇനിയും ഇറങ്ങും, ആഴങ്ങളിൽ പ്രതിസന്ധിയുണ്ട് എന്ന് വളരെ വ്യക്തമായി പറയുന്നു ഈശ്വർ മാൽപേ. പാറ കല്ലുകളുണ്ട്, അത് വലിയ പ്രതിസന്ധിയാണ്. KB ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, ഇന്നത്തെ ദൗത്യം അത് അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. മാൽപേ ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം മാൽപയുടെ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ഇനി 10 ദിവസം ഈ തെരച്ചിലുണ്ടെങ്കിലും ആ 10 ദിവസം താൻ ഇവിടെ ഉണ്ടാകും. അതായത് ലോകേഷിനെയും ജഗന്നാഥിനെയും അതുപോലെ തന്നെ അർജുന്റെയും വീട്ടുകാർ കൊടുത്ത വാക്ക് പാലിക്കാൻ താൻ ഇവിടെ ഉണ്ടാവും.